നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ അക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. വെള്ളം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ കിച്ചൺ വാട്ടർ പ്യൂരിഫയർ, ഹോൾ ഹൗസ് വാട്ടർ ഫിൽട്രേഷൻ മോഡലുകൾ എന്നിവ നിർദ്ദേശിക്കുന്നു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ സെയിൽസ് ആൻഡ് സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ വാട്ടർ പ്യൂരിഫയറുകൾ മാറ്റി പുതിയതെടുക്കാൻ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും ലഭ്യമാണ്. ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ 20 മുതൽ 500 LPH വരെയുള്ള വലിയ RO പ്ലാന്റുകളും ചെയ്തു നൽകുന്നു. നിങ്ങളുടെ പ്യൂരിഫയർ ഏത് ബ്രാൻഡാണെങ്കിലും കുറഞ്ഞ ചെലവിൽ കൃത്യസമയത്ത് ഗുണമേന്മയുള്ള സർവീസ് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ശുദ്ധജലം തുടർച്ചയായി വേണമെങ്കിൽ ഓൺ ടൈം സർവീസ് അനിവാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനായി ഉടൻ ബന്ധപ്പെടൂ അക്വാസ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സ്. തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറിയിൽ കാട്ടാനിറങ്ങിയ സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സങ്കടങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രദേശത്തെ കർഷകർ. മുൻകാലങ്ങളിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചതിന്റെ ഒരു നഷ്ടപരിഹാരവും കിട്ടിയില്ല എന്നും ജനപ്രതിനിധികൾ പ്രദർശനമായെത്തി തങ്ങളെ പറ്റിക്കുകയാണെന്നും കർഷകർ പറഞ്ഞു. ഈ ഒരു വർഷം കഷ്ടപ്പെട്ട വാഴ ഇപ്പം ആന വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാൻ 168 രൂപ സർക്കാർ തരുന്നു. ഈ സർക്കാർ 168 രൂപ എന്ത് 2 കിലോ വളത്തിൻ്റെ പൈസ തയ്യും. 11 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ വാഴ നമ്മൾ ഈ ഇത്രയും കാട്ടുപന്നികളും അതേപോലെ ഒരുപാട് ഇടന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൃഷിയിൽ ഒന്നും കിട്ടുന്നില്ല, പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എൻ്റെ 10-40 വാഴോളം ഇവിടെ ആന നശിപ്പിച്ചു. ഞാൻ 5 പൈസ എനിക്ക് തന്നില്ല. ഞാൻ അപേക്ഷ കൊടുത്തിട്ടുമില്ല, ഞാൻ അപേക്ഷ കൊടുക്കാൻ പോവില്ല. കാരണം തരാം, ഇവിടുത്തെ ഒരുപാട് നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരും ഇതൊക്കെ വന്ന് കണ്ടിട്ട് ഓരോ ചർച്ചകൾ നടത്തിയിട്ട് ഇതുവരെ ഇതേപോലെ 2002 ഇവിടെ ആന ഇറങ്ങിയപ്പോൾ ഒരു ഫെൻസിങ് ചെയ്യാന്ന് പറഞ്ഞു. ഇതുവരെ ഒരു ഫെൻസിങ്ങും നടന്നിട്ടില്ല. 40 ലക്ഷം പാസ്സാക്കിയിട്ടുണ്ട്, അതിന് ആളെ കിട്ടിയില്ല, കോൺട്രാക്ടറെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. വേണ്ട, ഇവിടുത്തെ ജനങ്ങൾക്ക് വിട്ടു കൊടുക്കട്ടെ. 10 പേരെ നല്ല ചെറുപ്പക്കാർ പിള്ളേരെ തിരഞ്ഞെടുക്കുക, അതിനെ പണിയെടുക്കാൻ പറ്റുന്ന പിള്ളേരെ തിരഞ്ഞെടുത്തിട്ട് ആ ശമ്പളം അവർക്ക് കൊടുക്കട്ടെ. എന്തിനൊരു കോൺട്രാക്ട് കൊടുക്കണം? ആ ശമ്പളം അവർക്ക് കൊടുത്തിട്ട് നന്നായി ഫെൻസിങ് ചെയ്യുമ്പോൾ നന്നായി ചെയ്യാൻ അതിന് ആൾക്കാരിന് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. എത്ര കിലോമീറ്റർ ആണെങ്കിൽ അത്രയും കിലോമീറ്റർ ഞങ്ങൾ ചെയ്ത് കൊടുക്കാം. എന്തിനാ പിന്നെ കോൺട്രാക്ട് കൊടുക്കുന്നത്? സർക്കാർ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ ഇതൊരു തട്ടിപ്പാണ് സർക്കാരിൻ്റെ മുൻ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാൻ തരാം, 11 മാസം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഓണത്തിൻ്റെ വിളവെടുപ്പിൻ്റെ വാഴയണത്. അറിയോ, ഇതിങ്ങനെ ഓരോന്ന് നശിപ്പിക്കുന്നത്. അതേപോലെ കവുങ്ങ്, ഇദ്ദേഹത്തിൻ്റെ കവുങ്ങ് അറിയോ, ഒരു കവുങ്ങ് നട്ട് 7 വർഷം വേണം കായ പിടിക്കണമെങ്കിൽ. ആ 7 വർഷം കഷ്ടപ്പെടുക എത്ര കവുങ്ങ് നശിപ്പിച്ചു. ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായതാണ്. മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെ ആന നശിപ്പിച്ചു. ഇത് വർഷങ്ങളോളം വിളവെടുക്കുന്നൊരു വൃക്ഷമാണത്. ആ വൃക്ഷത്തിൻ്റെ ഇപ്പം നശിപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ എന്ത് കിട്ടും? ആര് തരും? സർക്കാർ ആര് തരും? സർക്കാരിനൊരു അപേക്ഷ കൊടുത്ത് ഞങ്ങൾക്ക് ആ പൈസ വേണ്ട. ഇപ്പോൾ ആനയെ നമുക്ക് കൊല്ലാൻ പറ്റില്ല, കാട്ടുമൃഗങ്ങളാണ്. ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഞങ്ങൾക്ക് അതല്ല സർക്കാർ ഡയറക്റ്റായിട്ട് അവരെ വിളിച്ച് പഞ്ചായത്ത് മുഖേന എന്ത് നഷ്ടപരിഹാരം അവർ ഡയറക്റ്റായിട്ട് കൊടുക്കുക. അതാണ് മാനദണ്ഡം. അപേക്ഷ കൊടുത്ത് 168 രൂപ എനിക്ക് കിട്ടുക ഒരു വാഴയ്ക്ക്, 206 രൂപയാണ് ഒരു തെങ്ങിന് കിട്ടുക. എന്താ കാര്യം? 40 വർഷം 50 വർഷം കായ്ക്കുന്ന ഒരു തെങ്ങിന് 206 രൂപ ഇട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. എല്ലാവരും ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം എന്തിനു വേണ്ടിയെന്നറിയോ? എല്ലാവർക്കും വേണ്ട. അതേപോലെ ഞങ്ങളുടെ നീതിമാനം കൊണ്ട് ഇവരൊക്കെ ജീവിക്കുന്നു. ഇവരൊക്കെ ഒക്കെ എല്ലാ ജോലിക്കാരും ചെയ്യുന്നു. അപ്പോൾ ഈ കർഷകരാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മൂല്യം എന്നുള്ളവർ മനസ്സിലാക്കുന്നില്ല. ഇവർ തീരുമാനിച്ച ആ തീരുമാനത്തോടെ പോവുക. എന്നിട്ട് കിട്ടുമോ? കിട്ടില്ല. നിങ്ങളുടെ ഓഫീസിൽ വരണം, അപേക്ഷ തരണം. കൃഷിഭവനിൽ വേണം, അപേക്ഷ കൊടുക്കണം. തൃശ്ശൂർ പോകണം, തൃശ്ശൂർ പോയി അപേക്ഷ കൊടുക്കണം. മാസങ്ങളോളം പിടിക്കും. 2 കിലോൻ്റെ വളത്തിൻ്റെ പൈസ കൂടി തരില്ലേ? അറിയോ, 168 രൂപ എന്ന് പറഞ്ഞാൽ ഒരു വാഴയ്ക്ക് കിട്ടുന്നത്. അറിയോ, കൊലച്ച് ഇതപ്പോൾ നിങ്ങൾ നോക്കിയതല്ലേ എത്ര വാഴ നശിപ്പിച്ചു? 168 രൂപ ഒരു വാഴയ്ക്ക് തരുന്നു. 2 കിലോൻ്റെ വളത്തിൻ്റെ പൈസ ഉണ്ടത് വേണ്ട. അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തുള്ള പൈസ ഞങ്ങൾക്ക് വേണ്ട. ഡയറക്റ്റ് ഒരു വാഴ എന്ത് വരണമെങ്കിൽ അത് കിട്ടി ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അയച്ചോട്ടെ, നമുക്കത് റിപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഞാനിപ്പോൾ MLA വിളിച്ചിട്ടുണ്ടായിരുന്നു, വാർഡ് മെമ്പറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വാർഡ് മെമ്പർ ഫോൺ എടുത്തിട്ടേ ഇല്ല. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു, പ്രസിഡന്റിനെ വിളിച്ചു. പ്രസിഡന്റ് പിന്നെ ഫോൺ എടുത്ത് ഞങ്ങൾ വേണ്ട പോലെ നോക്കാന്ന് എന്താ വന്ന് നോക്കിയിട്ട് വല്ല കാര്യം. ഇത്തരം തെങ്ങും കവുങ്ങും പോയിട്ടുണ്ട്. ഇത് എത്ര വർഷത്തെ അധ്വാനം എന്നറിയാം. നിങ്ങൾ തരുന്ന നിങ്ങൾ കുറ്റം പറയില്ല, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് മുകളിലുള്ള ഓർഡർ ഉണ്ടായിരിക്കും. ഇത് ഇത്രയും കിട്ടിയിട്ട് ഞങ്ങളെ പോലുള്ള ഓരോ കർഷകനെ കഴിഞ്ഞ പ്രാവശ്യം 2023 വന്ന് അന്ന് MLA വന്നിട്ടുണ്ടായിരുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും വന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റ് വന്ന് നോക്കി പോയതല്ലാണ്ട് എല്ലാവരും പുറത്ത് പോകുമ്പോൾ 2 കൊട്ടും കൊട്ടി ഒക്കെ ശരിയാക്കി തരാമെന്ന്. ഒക്കെ ശരിയായത് തന്നെ. അന്ന് നശിപ്പിച്ച് 1 രൂപ പോലും ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആന വന്നു, അന്ന് സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഷെരീഫ് വന്നിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കി എല്ലാം നോക്കി പോയി. അപ്പം ഒക്കെ പാസ്സായിട്ടുണ്ട്.
ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റഹീം സാറിന് ചെറിയ പറഞ്ഞു വരും. അത്രേ പറയാൻ പറ്റുള്ളൂ. അതെ നിങ്ങൾ കുഴപ്പമില്ല. ഇതെന്ത് സംഭവം ജനങ്ങളെ മൊത്തത്തില്ലേ ഒരു ക്രൂരന്മാരാക്കി തീർക്കുകയാണ്. നശിപ്പിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കൃഷി ചെയ്യുന്ന ആളെ എനിക്ക് വിഷമം മനസ്സിലായി. കാരണം ഈ തെങ്ങ് വലുതാവണമെന്നില്ല എത്ര വർഷം കഷ്ടപ്പെടണം. ഒരു 10 കൊല്ലം ആവേണ്ട കാഴ്ച ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഒരു വാടക 160 ഒരു വാടക കന്നിന് 50 ഉറുപ്പ കൊടുക്കണം. അത് ഏറ്റിക്കൊണ്ട് അത് ചെത്തി വൃത്തിയാക്കി ഇവിടെ കൊണ്ട് കല്ലക്കുഴി കുത്തുന്ന കൂടെ 100 ഉറുപ്പ കൊടുക്കണം. അത് വെക്കാൻ 50 ഉറുപ്പ കൊടുക്കണം. പിന്നെ അടിവളം കൊടുക്കുന്ന അതിന്റെ പൈസ വീട്ടിൽ ആട്ടം. നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ. ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം.